അപ്പോൾ നമ്മൾ താഴേക്ക് എത്തിയൊക്കെ കണ്ടത് ഇവിടെ അടിപൊളി റിസോർട്ട് പറഞ്ഞുകൊണ്ട് ഫുൾ ആൻഡ് സൂപ്പറാണ് സംഭവം, അടിപൊളിയാണ്. നോക്കിയേ 6 അല്ലാണ്ട് വിലയല്ലേ നോക്കിയേ, എന്താ നോക്കിയേ, എന്താ വ്യൂ നോക്കിയേ. അടിപൊളി വാഗമണ്ട സൂപ്പർ വ്യൂ ആണ് ഇവിടുന്ന്. കയറ്റി ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വാഗമൺ എക്സ്പ്ലോറിംഗ് ഓഫ് റോഡ് സീരീസിൻ്റെ ഫൈനൽ പാർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആ പൊളിഞ്ഞെടുക്കുന്ന ടീ ഫാക്ടറിയെ കണ്ടിട്ട് കോട്ടമലയിലുള്ള ശേഷം നമുക്ക് വീണ്ടും നമ്മൾ അടുത്ത ഓഫ് റോഡ് കൂടി വീണ്ടും ഉളുപ്പുണ്ണി ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ മുന്നത്തെ എപ്പിസോഡ് കാണാനുള്ളവർ, കണ്ടിട്ടില്ലാത്തവർ വേഗം പോയി കണ്ടിട്ട് വരിക. അപ്പോൾ മച്ചാമാരെ, ഈ വീഡിയോയിലെ ഈ വഴികളും സ്ഥലങ്ങളും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. വാഗമൺ വരുന്നവർ എന്തായാലും ഈ സ്ഥലത്തേക്ക് വരാതിരിക്കരുത്. അത്രയ്ക്കായിട്ട് മനോഹരമായ പ്ലേസുകളാണ്. അപ്പോൾ മച്ചാമാരെ, വീഡിയോ തുറന്ന് കാണുക. ഒരു കൂർക്കയുണ്ട്. ഒരു കൂർക്ക വന്നതല്ല, സമയം 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അന്തരീക്ഷമൊക്കെ ഒരുവിധം മേഘാവൃതമായിട്ടുണ്ട്. കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, ലയങ്ങളാണ് മൊത്തം അവിടെ. ചേച്ചി ഉളുപ്പുണ്ണിക്ക് പോകണതില്ല? ഉളുപ്പുണ്ണി നേരെ തന്നെയാണല്ലേ? ശരി, നേരെ പോകാതില്ലേ? ടാറിങ് റോഡ് എവിടെ ചെല്ലും? കിലോമീറ്റർ ഉണ്ട്. ഇതാ മറ്റേ ആ ഉളുപ്പുണ്ണി ആ കപ്പയുടെ അവിടെ ചെല്ലണം, പള്ളിയുടെ. ശരി, ഉണ്ടല്ലേ? ആ, നോക്കണ്ട, നേരെ പോയാൽ മതി. ശരി. നേരെ 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 ചേച്ചി, ഉളുപ്പുണ്ണി നേരെയല്ലേ? മുകളിലോട്ട് പോകണോ? ആ, ശരി ശരി. ഞാൻ പെരുമ്പാവൂര്, മൂവാറ്റുപുഴ. ആ, കോട്ടമല പോയതാ. അപ്പോൾ ഇതിലാണ് വെളുപ്പണ്ട് പോകാല. ശരി. ആ, ഓക്കെ ഓക്കെ. ഓ, അത്യാവശ്യം ഭീകര വഴിയാണ്. പോട്ടെ പോട്ടെ. നൈസ് റോഡുണ്ട്. ആഹാ, ഇത് പുതിയൊരു ഓഫ് റോഡാണെന്ന് പറഞ്ഞു. നല്ല സെറ്റായിട്ടുണ്ട് വഴി. ആഹാ, നല്ല അടിപൊളി സ്ഥലം.
ഓ, വഴി കോൺക്രീറ്റ് ആയി. കുറച്ച് ഓഫ് റോഡിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് വഴിയോട്ട് എത്തിപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ഭാഗമുള്ളൂ കേട്ടോ. സെബിൻ്റെ വണ്ടിയുടെ അവഞ്ചർ അടിഭാഗം അവിടെ ഇടിച്ച്. വണ്ടി കൊണ്ടുതന്നെ പോകല. കോൺസെപ്റ്റൊക്കെ ഇളകിണ്ടെന്നുണ്ടോ? പുതിയ കോൺസെപ്റ്റൊക്കെ മാറ്റിയിട്ടാണ്. അതായത് ഫസ്റ്റത്തെ പണി കഴിഞ്ഞ് ഫസ്റ്റത്തെ ഇറക്കത്തിൽ തന്നെ സംഭവമായി. വീടുകളൊക്കെ ഉള്ള ഏരിയ ഉണ്ടോ? ഇനിയിപ്പോൾ സാധാരണ നോർമൽ വീടുകളുള്ള നാട്ടുകാരുടെ ഏരിയ. മറ്റേതൊക്കെ എസ്റ്റേറ്റ് ലയങ്ങളായിരുന്നു കുറേയൊക്കെ. ഒരു ജീപ്പ് വന്നു കഴിഞ്ഞാൽ പോകാൻ ഇങ്ങനെ കഷ്ടപ്പെടും. ഒഴിച്ചോളാ ഒരു പട്ടിക്കുഞ്ഞ്. അയ്യോ, പേടിച്ചോടാണ്. എന്താ വഴി? ആഹാ, നമ്മൾ വേറൊരു അടിപൊളി സ്ഥലത്തെത്തി. എൻ്റെ മോനെ, പൊളിയായി. പൊളി വൈബ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇതേ ഇങ്ങനെ സ്ഥലത്തേക്കാണ്. അത് അടിപൊളി വാഗമണ്ട സൂപ്പർ വ്യൂ ആണ് ഇവിടെ നിന്ന്. അവിടെ ഒരു ചെറിയ റിസോർട്ടിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. സെറ്റപ്പ് പരിപാടിയാണ്. ഇങ്ങോട്ടേക്ക് വണ്ടി കയറ്റിയിട്ടൊക്കെ ഇരുന്നാണ് ജീപ്പാര്. പക്ഷെ ഇവിടെയൊക്കെ മൊത്തം കുഴിച്ചിട്ടേക്കുന്നുണ്ടോ? അത് കയറ്റാൻ പോണേല് ആദ്യങ്ങളെ ഒന്ന് വഴിയൊക്കെ ഉണ്ടാക്കണ്ടോളാം. അതിൽ കയറ്റാൻ പോണം. ഇല്ല, പോക്കോട്ടെ. നോക്ക്, കൈ വെച്ചോ ബാക്കിലെ. ഫ്രണ്ട് കഴിക്കാനൊന്നുമില്ല. ഓ മോനെ, അവൻ കയറ്റി. നമ്മുടെ എഫ് സി ഇവിടുന്ന് കയറി. ഞാൻ അങ്ങോട്ട് പോയി. നമുക്കൊന്ന് അവിടത്ത് പോയി നോക്കട്ടെ കേട്ടോ, എന്താണ് അവിടെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ.
വ്യൂ ഉണ്ടോ? പൊളി വ്യൂ ആണ്. നമ്മുടെ സുരേഷേട്ടൻ അങ്ങോട്ട് പോയോണ്ട് നിങ്ങളുടെ വഴി അവിടേക്ക് സൂപ്പർ 2 റിസോർട്ട്. ആഹാ പൊളിയാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് നോക്കിയേ, സ്വിറ്റ്സർലൻഡ് പോലെയല്ലേ നോക്കിയേ. എന്താ നോക്കിയേ, എന്താ വ്യൂ നോക്കിയേ. എടാ ഇങ്ങോട്ട് വാ. അപ്പോൾ നമ്മൾ താഴേക്ക് എത്തിയപ്പോൾ കണ്ടോ ഇവിടെ അടിപൊളി റിസോർട്ട് പറഞ്ഞുകൊണ്ട് ഉള്ളാൻ. സൂപ്പറാണ് സംഭവം, അടിപൊളിയാണ്. ആ കാണാനാണ്. പിന്നെ അവിടെ 2 ചെറിയ സംഭവമുണ്ട്. ഉള്ളാൻ കാസ. ഈ സ്ഥലം വാഗമൺ അടുത്ത് തന്നെയുള്ള ഒരു ഏരിയയാണ്. അതൊക്കെ അങ്ങോട്ടേക്കൊക്കെ വാഗമൺ നടത്തത്. അപ്പോൾ കണ്ടോ അവിടെ നല്ല വ്യൂ ആണ്. നല്ല ക്ലിയറാണ് അന്തരീക്ഷം. ക്ലൈമറ്റ് സെറ്റ് ക്ലൈമറ്റ് നല്ല ക്ലിയറാണ്. നമ്മൾ വണ്ടി ഒക്കെ വെച്ചാണ് അവിടെയാണ്. ആൽവിൻ അതിൻ്റെ മുകളിലുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. നമുക്ക് ഇതിൻ്റെ മുകളിലൊന്നും കയറി ആൽവിൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. കയറാൻ പറ്റിയിരിക്കില്ല. അമ്മേ നടന്നു പോണതിന് കുഴപ്പമില്ലല്ലോ. ഒരു ചെറിയൊരു മുട്ടക്കൊന്നാണ്. നേരത്തെ ആൽബിൻ അവിടെ നിന്നാണ് കയറ്റിയതാണ്. അവിടെ നിന്ന് പുള്ളി ജമ്പ് ചെയ്ത് മുകളിലോട്ട് എത്തിച്ച്. ഞാൻ കയറുന്നില്ല. ഓ ഒരു രക്ഷയില്ല. പൊളി വ്യൂ ആണ്. അമ്മ കിളിയോസ്കി നമ്മൾ നേരത്തെ കണ്ട ഒരു റിസോർട്ട്, ആ ചെറിയ റിസോർട്ട്. അവിടെ ചെറിയൊരു സിംഗിൾ ബെഡ് റിസോർട്ടാണ്, ബെഡ്റൂം. ഇവിടെ ഫോട്ടോഷൂട്ട് തുടങ്ങി ആൽവിൻ. അപ്പോൾ അതേ ആ കാണുന്ന കണ്ട നമുക്ക് ആട് പിടിച്ചേക്കണം. അവിടെയാണ് നമ്മുടെ പൊളിഞ്ഞടന്ന ടീ ഫാക്ടറി. അവിടെ നിന്നാണ് ഇപ്പോൾ വന്നത്. ഇന്ന് അന്തരീക്ഷം അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ഉണ്ടോ? നല്ല ക്ലിയറാണ്. നമുക്കേ അവിടെ ഉളുപ്പുണ്ണിയൊക്കെ കാണാം കേട്ടോ. അതാണ് ഉളുപ്പുള്ളി പുൽമേട്. നമ്മളിപ്പോൾ വന്ന അവിടെ നിന്നാണ്. അവിടെ ജെഫിനൊക്കെ അതേപോലെ കടപ്പായി. ആൽവിനും സെബിനും അവിടെ ഉണ്ട്. അങ്ങോട്ട് വല്ലേട്ടാ. ആ മതി. ഇവിടെ ലേറ്റ് എത്തണ്ട ചുമപ്പ. കുത്തി അറിയോ? ചേട്ടൻ അവിടെ നിന്ന് വീഡിയോ പിടിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞ് നേരെ ഉളുപ്പുണ്ണിയിലോട്ട്. ഇനി അടുത്തത് ഉളുപ്പുണ്ണി വരെയുള്ള ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്. അവിടെയും കഴിഞ്ഞ് ഈ വീഡിയോ തീരാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ വരാൻ വന്നു നോക്കാം. അല്ലെങ്കിൽ ലൈക്ക് അടിക്കാം കേട്ടോ. കാലത്താത്ത വണ്ടി ഉണ്ടോ വന്നേക്കണേ. ഇത് ലോറി മാറ്റടാ. ഓക്കെ പട സ്ഥലത്തേക്ക്. ക്ലൈമറ്റൊക്കെ മാറി, അത്യാവശ്യം വെയിലൊക്കെ മാറിയിട്ടുണ്ട്. തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വഴി നേരെ പോണത് ഉൾപ്പുണ്ണിലോട്ടാണ്. അവിടെ നിന്ന് നമുക്ക് ചാറ്റുപാറ വഴി പുള്ളിക്കാനം ജംഗ്ഷനിലോട്ട് പോവാം. പുള്ളിക്കാനം സിറ്റി. നമുക്ക് അവിടെ ഒരു വേറെ ഓഫ് റോഡൊക്കെ ഉണ്ട്, അത് കയറണമെങ്കിൽ.
അപ്പോൾ നമ്മൾ ഉളുപ്പുണ്ണിയിൽ എത്തി. നമ്മൾ നേരത്തെ ഇവിടെ വെച്ചിട്ട് കോട്ടമല എന്ന് പറഞ്ഞ വഴി കണ്ട ജംഗ്ഷൻ ഉണ്ടാവും. വേണ്ട, കോട്ടമല എന്ന് പറഞ്ഞ ജംഗ്ഷൻ. അത് ലെഫ്റ്റ് പോകണം, റൈറ്റ് പോയി കഴിഞ്ഞാൽ ഉളുപ്പുണ്ണി ആ പള്ളിയോടെ ചെല്ലും. അപ്പോൾ ഗെയ്സ്, ഭാഗം വരുന്ന എല്ലാ റൈഡർമാരും ഈ സ്ഥലമൊക്കെ ഒന്ന് വരിക, എക്സ്പ്ലോർ ചെയ്യുക. അടിപൊളി നൈസ് പ്ലേസ് ആണ്. നല്ലൊരു ചെറിയൊരു നൈസ് ഓഫ് റോഡ് ഉണ്ട്. അപ്പോൾ മച്ചാമാരെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ മച്ചാമാരെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെയും സ്റ്റേ ഓൺ മൈ ചാനൽ. ഓക്കെ, ബൈ ബൈ.